ഇതൊരു നാടൻ വിഭവമായതുകൊണ്ട് തന്നെ നമ്മൾ വീട്ടിൽ വരുന്ന ഗസ്റ്റിനും കൊടുക്കാം. കാരണം അവർ പുറത്തുനിന്നുള്ള ഭക്ഷണം കഴിച്ച് മടുത്തിട്ടായിരിക്കും വന്നിട്ടുണ്ടാവുക. അപ്പോൾ നമ്മൾ ഇങ്ങനത്തെയൊക്കെ കൊടുക്കുമ്പോൾ അവർക്ക് ഒത്തിരി ഇഷ്ടപ്പെടും. മാത്രമല്ല വെക്കേഷനൊക്കെയാണ്, കുട്ടികൾ കളിച്ച് ക്ഷീണിച്ച് വിശന്ന് വരുമ്പോൾ അവർക്ക് ഹെൽത്തി ആയിട്ടുള്ള ഭക്ഷണവും കിട്ടും. അപ്പോൾ ഇതൊക്കെ രാവിലെ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാലേ നമ്മളെ കുട്ടികളൊക്കെ ഓടി ഓടി വന്ന് എടുത്ത് കഴിച്ചോളും. അപ്പോൾ അവരുടെ വയറിനും ശരീരത്തിനും ഒന്നും പ്രോബ്ലം ഉണ്ടാവില്ല. അപ്പോൾ അവരും ഹാപ്പിയാണ്, നമ്മളും ഹാപ്പിയാണ്. അപ്പോൾ ഈ നാടൻ വിഭവമായ കൊഴുക്കട്ടയുടെ വീഡിയോ കണ്ടല്ലോ. പോവാം വീഡിയോയിലേക്ക്. ഹായ്, അമല സ്വായുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ദേ ഞാൻ ശർക്കര കുറച്ചെടുത്ത് ഉരുക്കിയിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് വേണ്ടത് കുറച്ച് ചുക്ക് പൊടിച്ചതും ജീരകവും. ചുക്ക് നല്ല ഒരു ഫ്ലേവറിനാണ്. ജീരകം ചിലവർക്ക് അസിഡിറ്റി ഉള്ളവർക്ക് നെഞ്ച് എരിച്ചിലുണ്ടാവും. അപ്പോൾ അതില്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ജീരകം ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഈ അരിപ്പൊടിയുടെ ഭക്ഷണം കഴിക്കുമ്പോൾ ചിലവർക്ക് രാവിലെ കഴിച്ചാലും വൈകിട്ട് കഴിച്ചാലും ഒക്കെ നെഞ്ചിനീറ്റം അനുഭവപ്പെടാറുണ്ട്. അപ്പോൾ അതില്ലാതിരിക്കാനാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ചെയ്യാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്ക്. അപ്പോൾ ഈ ജീരകവും ചുക്കൊക്കെ ഇടുമ്പോൾ നല്ലൊരു മണമൊക്കെയാണ് കേട്ടോ അതിന് വരിക. പിന്നെ ഒരു പ്രത്യേക ടേസ്റ്റും കിട്ടും. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള തേങ്ങയും കൂടെ ഇട്ട് കൊടുക്കാം. ഈ തേങ്ങ ഇട്ടിട്ട് ആ തേങ്ങയുടെ ആ ഈർപ്പം വറ്റുന്നത് വരെ നമുക്ക് ആ ശർക്കരപ്പാനിയിലിട്ട് ഇളക്കി നന്നായി ഒന്ന് യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ ഇത്തിരി വെള്ളം കൂടുതലുണ്ടെങ്കിൽ തന്നെ നമുക്ക് ഈ കൊഴുക്കട്ട ഉണ്ടാക്കുമ്പോൾ അതിൽ നീര് ഒലിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമുക്കൊന്ന് കുറച്ച് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഡ്രൈ ആയിട്ട് എടുക്കാം. ചട്ടിയിൽ ഒട്ടിപ്പിടിക്കാതെ തന്നെ നമുക്ക് ഡ്രൈ ആക്കി എടുക്കാം. പിന്നെ ആവശ്യത്തിന് ശർക്കര നമ്മൾ എടുക്കുന്ന തേങ്ങയ്ക്ക് കറക്റ്റ് ആകുമ്പോൾ തന്നെ നമുക്ക് കയ്യിൽ ഒട്ടത്തില്ല കേട്ടോ. നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കിട്ടും. ഇനി നമുക്ക് നമ്മുടെ പത്തിരിപ്പൊടിക്കും നൂൽപുട്ടിനൊക്കെ കുഴയ്ക്കുന്ന പോലെ തന്നെ അരിപ്പൊടി ഞാൻ കുഴച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് ആവശ്യത്തിന് ഉള്ള മാവ് എടുത്തിട്ട് നമ്മളുടെ കയ്യിൽ ഉതകുന്ന രീതിയിലുള്ള ബോൾസ് എടുത്തിട്ട് നമുക്കൊന്ന് ഉരുട്ടി കൊടുക്കാം. അതിൽ നല്ല രീതിയിൽ തന്നെ ഒരുപാട് കട്ടിയില്ലാതെ, എന്നാൽ കട്ടി ഒരുപാട് കുറഞ്ഞു പോയാലും ആവിയിൽ വെന്ത് വരുമ്പോൾ അത് വെന്ത് വരും. അപ്പോൾ അതില്ലാതെ തന്നെ നല്ല രീതിയിൽ തന്നെ നമുക്ക് ഇതുപോലെ കുഴിയാക്കി എടുക്കാം. എന്നിട്ട് നമുക്ക് ആ ഫില്ലിങ്സ് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമുക്ക് കണ്ടാൽ തന്നെ അറിയാം, അത് ഫില്ലിങ്സ് ഇടുമ്പോൾ തന്നെ നമുക്ക് കയ്യിൽ വിരൽ കൊണ്ടൊന്ന് ഒതുക്കുമ്പോൾ തന്നെ നമ്മുടെ കയ്യിലൊന്നും ഒട്ടിപ്പിടിക്കത്തില്ല. അപ്പോൾ ആ രീതിയിൽ നമുക്ക് ഒന്ന് വിളയിച്ചെടുക്കാം നല്ല രീതിയിൽ തന്നെ. എന്നിട്ട് നമുക്ക് ഒന്ന് അടച്ചു കൊടുക്കാം കേട്ടോ. എന്നിട്ട് വീണ്ടും ഒന്ന് ബോളാക്കി എടുക്കാം. ജോയിൻ്റ് ഭാഗമൊക്കെ ഒന്ന് കറക്റ്റായിട്ട് തന്നെ നന്നായി ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. അതിന് ശേഷം ഒന്ന് ബോൾസ് ആക്കിയിട്ട് നമുക്ക് മാറ്റി വയ്ക്കാം. ഇതുപോലെ ഒരെണ്ണം കൂടെ ഞാൻ ഉണ്ടാക്കുന്നത് കാണിക്കുന്നുണ്ട്. ബാക്കി ഞാൻ കാണിക്കുന്നില്ല, വീഡിയോ ഒത്തിരി ലോങ് ആയി പോകും. പിന്നെ അത് മാത്രമല്ല, എല്ലാവരും ഇത് ഉണ്ടാക്കുന്നവരായിരിക്കും. ഇപ്പോൾ കൊഴുക്കട്ട പെരുന്നാളൊക്കെ ഉള്ള സമയത്ത് എല്ലാവരുടെ വീട്ടിലും ഇത് ഉണ്ടാവും. പിന്നെ വെക്കേഷനൊക്കെ അല്ലേ, കുട്ടികൾക്ക് ഇങ്ങനത്തെയൊക്കെ അരിഭക്ഷണമൊക്കെ, അരിപ്പൊടിയുടെ ഭക്ഷണമോ ഗോതമ്പ് ഒക്കെ വീട്ടിലിരുന്ന് ഉണ്ടാക്കി കൊടുക്കാം. ഈ വറവൊക്കെ വാങ്ങിക്കാതെ ഇങ്ങനത്തെയൊക്കെ ആകുമ്പോൾ നമ്മളുടെ വയറിനും നല്ലതായിരിക്കും. വേറെ പ്രോബ്ലംസ് ഒന്നും ഉണ്ടാവില്ല. പിന്നെ എല്ലാവരും വീട്ടിലിപ്പോൾ ഉണ്ടായിരിക്കും. അപ്പോൾ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ വീട്ടിൽ അവരുടെ എൻഗേജ്മെൻ്റൊക്കെ ആയിട്ട് ഇങ്ങനെ നടക്കുമ്പോൾ അവർക്ക് വിശക്കും. അപ്പോൾ ഇങ്ങനത്തെയൊക്കെ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യത്തിനെടുത്ത് കുട്ടികൾ കഴിച്ചോളും. അവിടെ രാവിലെ തന്നെ പാത്രത്തിലാക്കി വെച്ച് കഴിഞ്ഞാൽ അവർ വിശക്കുമ്പോൾ വന്ന് എടുത്ത് കഴിച്ചോളും. ഈ മിച്ചറോ അല്ലെങ്കിൽ എണ്ണക്കടികളോ വറവോ കഴിക്കുന്നതിന് പകരം ഇങ്ങനത്തെയൊക്കെ ആയിരിക്കുമ്പോൾ കുട്ടികൾക്ക് നല്ലതാണ്. അപ്പോൾ ഇങ്ങനത്തെയൊക്കെ ഒന്ന് ഉണ്ടാക്കി വെച്ച് നോക്കുക. കാരണം എന്ന് വെച്ചാൽ ആവിയിലൊക്കെ ആകുമ്പോൾ എന്ന് വെച്ചാൽ ഒരിക്കലും കേട് വരുത്തില്ല. പിന്നെ മധുരം ഉണ്ട്. അപ്പോൾ എല്ലാവരും നല്ല ഇഷ്ടത്തോടെ തന്നെ കഴിച്ചോളും. അപ്പം ഞാൻ ദേ ഇഡ്ഡലി പാത്രം വെച്ചിട്ടുണ്ട്. അതിൽ ആവി കയറ്റാൻ വേണ്ടിയുള്ള ഒരു തട്ടും വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഉരുട്ടിയെടുത്ത ഉണ്ടകളൊക്കെ നമുക്കതിൽ ഇറക്കി വെച്ച് ഒരു 10 മിനിറ്റ് വേവിച്ചെടുക്കാം. അപ്പോൾ 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഞാൻ പപ്പടക്കമ്പി എടുത്തിട്ടൊന്ന് കുത്തി നോക്കി. അപ്പോൾ സ്മൂത്തായിട്ട് പോകുന്നുണ്ട്. അപ്പോൾ നമുക്കിനി പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ ഇത് ആവശ്യത്തിന് ശർക്കര ഇടുമ്പോൾ നമുക്ക് രാവിലെ ആണെങ്കിലും വൈകിട്ടാണെങ്കിലും ഒരേപോലെ കഴിക്കാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഈ ചുക്കും ജീരകവും ഇടുമ്പോൾ ഇച്ചിരി പ്രായമായവരും കഴിച്ചോളും. കാരണം നല്ല മണം ഉണ്ടാവും. നമ്മുടെ നെഞ്ചെരിച്ചിൽ മാറിക്കിട്ടും. വയറിങ്ങനെ ഒരു എരിച്ചിൽ ചിലവർ പറയുന്നേക്കാം. അപ്പോൾ അതിനും കൂടിയിട്ടുള്ളതാണ്. അപ്പോൾ നമുക്കതൊന്ന് കട്ട് ചെയ്തിട്ട് ഒന്ന് ചൂടാറാൻ വയ്ക്കാം. ഞാനെല്ലാം കട്ട് ചെയ്യുന്നില്ല, അത്യാവശ്യം ഇപ്പോൾ കഴിക്കുന്നത് മാത്രമേ ഞാൻ കട്ട് ചെയ്യുന്നുള്ളൂ. പിന്നെ നമുക്ക് കട്ട് ചെയ്യാണ്ട് ആവശ്യത്തിന് എടുത്ത് കട്ട് ചെയ്ത് കഴിക്കുകയാണ് നല്ലത്. കാരണം എന്ന് വെച്ചാൽ നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട്, അതായത് വൈകിട്ട് കഴിക്കണമെങ്കിൽ നമുക്കൊന്ന് തണുത്തു പോയി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ആവി കയറ്റിയിട്ട് നമുക്ക് എടുക്കാം. അപ്പോൾ ഫ്രഷ് ആയിട്ട് തന്നെ ഇരിക്കും. പിന്നെ ഒരുപാട് നേരം ആവി കയറ്റാതെ ഇരിക്കുക. അപ്പോൾ ആ സ്മൂത്ത്നെസ് പോയി കിട്ടും. അപ്പോൾ എല്ലാവരും കൊഴുക്കട്ട കഴിക്കാൻ റെഡിയല്ലേ?
അപ്പോൾ എല്ലാവരും ഇതേപോലെ വീട്ടിൽ രാവിലെ ഒന്ന് ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ ഈവനിങ് വരെ കഴിക്കാനുള്ള ഫുഡായി കുട്ടികൾക്ക്. കുട്ടികളിപ്പോൾ വെക്കേഷനാണ്, വീട്ടിലിരിക്കുകയാണ്. അപ്പോൾ അവർക്ക് പെട്ടെന്ന് വിശക്കും. നന്നായി കളിച്ച് ക്ഷീണിച്ച് വരുമ്പോൾ ഇത് കഴിക്കുമ്പോൾ അവർക്ക് ശരീരത്തിന് നല്ലതാണ്, നമ്മളും ഹാപ്പിയാണ്. അപ്പോൾ അതാണല്ലോ വേണ്ടത്. കുട്ടികൾ വീട്ടിലിരിക്കുമ്പോൾ നമ്മൾ ടെൻഷനായിരിക്കും ജോലിക്ക് പോകുമ്പോൾ. അപ്പോൾ ഇതൊക്കെ ആകുമ്പോൾ കുട്ടികൾ ഇരുന്ന് കഴിച്ചോളും. മാത്രമല്ല ഇങ്ങനത്തെ നാടൻ ഫുഡൊക്കെ ആയിരിക്കുമ്പോൾ നമ്മൾ വീട്ടിൽ വരുന്ന ഗസ്റ്റിനും ഇത് കൊടുക്കാം. കാരണം അവരും പുറത്തെ ഫുഡൊക്കെ കഴിച്ച് മടുത്തിട്ടായിരിക്കും വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മളും ഹാപ്പി ആയിരിക്കും, അവരും ഹാപ്പി ആയിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും താങ്ക് യു.